Golden Crunch for every golden moments in your life. തൃശ്ശൂരുകാർ ഏറെ അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. 26 വർഷങ്ങൾക്ക് ശേഷം കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂരിലെ കുട്ടികളാണ് ഇതിന്റെ പിന്നിൽ അല്ലേ. നമ്മുടെ തൃശ്ശൂരിൽ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേര് പോയിരുന്നു. അവരെല്ലാം ചേർത്ത് വെച്ച ഓരോരോ പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വലിയ നേട്ടം കൈവരിക്കാനായിട്ടുള്ളത്. വെറും ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഈ സെക്കൻഡ് പൊസിഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഓരോ പോയിന്റിനും വലിയ വിലയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സെൻറ് ജോസഫ് സ്കൂളാണ്, പാവർട്ടി സെൻറ് ജോസഫ് സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് 3 ഐറ്റംസ് ആണ് സ്റ്റേറ്റ് ലെവലിലേക്ക് പോയിട്ടുള്ളത്. ഓട്ടംതുള്ളൽ, നാടോടി നൃത്തം, അതുപോലെ തന്നെ മൃദംഗം. ഈ പോയ 3 ഐറ്റംസിനും A ഗ്രേഡും ആയിട്ടാണ് കുട്ടികൾ തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അവരെ പരിചയപ്പെടാം. അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സെൻറ് ജോസഫ് സ്കൂളാണ് തൃശ്ശൂർ റവന്യൂ കലോത്സവം നടന്നപ്പോൾ അതിൽ സ്കൂളുകളുടെ ആ ഒരു പട്ടിക നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ ആ ഒരു എല്ലാവരും ചേർന്ന് ഒരു കൂട്ടി വെച്ച ആ പോയിന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ സ്വർണ്ണ കപ്പ് കിട്ടിയത്. അപ്പം നമുക്ക് ഇന്ന് ആ കുട്ടികളുടെ വിശേഷങ്ങൾ, അവരുടെ സന്തോഷം, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. സെൻറ് ജോസഫ് സ്കൂള് നമ്മുടെ തൃശ്ശൂർ റവന്യൂ കലോത്സവം കഴിഞ്ഞപ്പോൾ സ്കൂളുകളുടെ പോയിന്റ് എന്തെങ്കിലും നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു സെൻറ് ജോസഫ് സ്കൂളിന്. ഇവിടുത്തെ കുട്ടികളെ മത്സരിപ്പിക്കാനും നല്ല അവരെ പ്രോത്സാഹനം കൊടുത്തിട്ട് അവരെ സ്റ്റേറ്റ് ലെവലിലേക്ക് വിടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിനെ പ്രതിനിധീകരിച്ചിട്ട് നമ്മുടെ കൂടെ സെൻറ് ജോസഫ് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള ജോയ് പീറ്റർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷം എങ്ങനെ പങ്കുവെക്കുന്നു? തീർച്ചയായിട്ടും ഈ ഒരു വർഷം 2025 തൃശ്ശൂർ ജില്ലയ്ക്ക് കിരീടം കിട്ടിയ സമയത്ത് തീർച്ചയായിട്ടും നല്ല ഒരു സന്തോഷമായിരുന്നു. കാരണം 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിൽ ഒരു മുത്തമിടാൻ സാധിച്ചപ്പോൾ അതിന് പാവർട്ടി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് വേദിയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കലോത്സവത്തിൻ്റെ ചാർജ് ഈ വർഷം വഹിച്ചിരുന്നത് 2 ടീച്ചേഴ്സാണ് പ്രധാനമായിട്ടും. ഒന്ന് വിനോദ് മാഷും പിന്നെ സുനിത ടീച്ചറും. ഇവരെ വളരെയധികം അക്ഷരം പ്രയത്നിച്ചിട്ട് ടീച്ചേഴ്സിനെ സംഘടിപ്പിച്ച് അത് കുട്ടികളെ ഒരുക്കി അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ്. ഒരു പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ കുട്ടികൾ റവന്യൂ കലോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പേര് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമുക്ക് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് 3 ഐറ്റംസ് ആണ് പോയത്. 3നും A ഗ്രേഡ് കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷം അത് ചെറുതല്ല. കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെ കപ്പ് കിട്ടാനുള്ള വലിയ കാരണമായിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇവരെപ്പോഴും മുന്നിൽ നിൽക്കാറുണ്ടോ? അവരെല്ലാം ഇപ്പോഴും ഇങ്ങനത്തെ കലാപരമായ കാര്യങ്ങളിൽ മറ്റേ കലോത്സവത്തിന് മാത്രമല്ല സ്കൂളിൽ എന്തെങ്കിലും പരിപാടികൾ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ടും വളരെയധികം ഇവരെ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഇവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനും അവരുടെ സ്റ്റേജ് ഫ്രൈറ്റൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇതിനെ കുറേയധികം അവസരങ്ങൾ ഈ സ്കൂള് പ്രിൻസിപ്പാളച്ചൻ വളരെയധികം സപ്പോർട്ടായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെ എല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവർക്ക് ആത്മവിശ്വാസം നേടിക്കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇവർ അഭിഷേക് അനിൽകുമാർ കോമേഴ്സിലാണ് പഠിക്കുന്നത്. ഗിരിധർ കമ്പ്യൂട്ടർ സയൻസിലാണ്. 2 പേരും +1 വിദ്യാർത്ഥികളാണ്. നല്ല രീതിയിലുള്ള അനുസരണമുള്ള വിദ്യാർത്ഥികളാണ് 2 പേരും. നല്ല എളിമയും വിനയവും ഒക്കെയുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് ഇനിയും ഭാവി ജീവിതത്തിൽ നല്ല ഒരു പ്രൊഫഷണലായിട്ട് തന്നെ മുന്നേറി ഭാവിയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അതെ, നമ്മുടെ സ്കൂളിനും അത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഭാവി ഇനിയും നമ്മുടെ സ്കൂളിനും നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ അവർ ഇനിയും വളരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശംസിക്കാം. താങ്ക് യു. മലയാളക്കര ചുറ്റി നടക്കും നാടോടി സത്യം ധർമ്മം കീറി മുറിച്ച് കുഴിച്ചു മൂടുമ്പോൾ ചത്താലും അധികാരക്കുതി നടക്കി നോക്കുമ്പോൾ പാടി നടക്കാൻ കേട്ടു പഠിക്കാൻ ഇതിലും നല്ലൊരു കഥയില്ല. ചത്തുപോയൻ ഒരു മുത്തശ്ശി ചൊല്ലി തന്നൊരു കഥയാണേ. പണ്ട് വളരെ പണ്ട് രാമദേവനും മുമ്പേയുള്ള സൂര്യവംശരാജനാണൻ നായകൻ, ധർമ്മിഷ്ഠൻ, ദാനശീലൻ, സർവഗുണത്താൽ സമ്പന്നൻ, തല പോയാലും സത്യം വെടിയാത്തവൻ. പ്രജകൾക്കു പ്രിയനായി നാടുവാഴും കാലം ഒരു ബ്രാഹ്മണൻ രാജ സദസ്സിലെത്തി. കപട ദുഃഖത്തിൻ ഭാരം നടിച്ചവൻ ഒരു നാൾ നെഞ്ചിലടിച്ചു കരഞ്ഞു.
ധർമ്മം പിഴയ്ക്കാത്ത രാജന്റെ നാട്ടിൽ ബ്രാഹ്മണർ കണ്ണീർ പൊഴിച്ചുകൂടാ. സന്തോഷമേകുവാൻ എന്തും നൽകാമെന്ന് പ്രജകൾക്ക് മുന്നിൽ സത്യം ചെയ്തു. സകല സ്വത്തുക്കളും രാജ്യവും ഖജനാവും ദാനമായി നൽകിയിടണം. അടിമയായി പണിയെടുത്ത് 100 പൊൻപണം ദക്ഷിണയായി നൽകണം. കഥ പോയ പോക്കു നോക്കണേ എന്റെ അമ്മോ, ഈ രാജാവിന്റെ ഗതി എന്താണ്? തുണിയില്ലാതെ പത്നിയും പുത്രനും ഒന്നിച്ച് പടിയിറങ്ങി. തെരുവോരങ്ങൾ അന്തപുരങ്ങളായി ഭിക്ഷാന്നം കൊണ്ടവർ വിശപ്പടക്കി. ദക്ഷിണ ചോദിച്ച് ബ്രാഹ്മണൻ വീണ്ടുമെത്തി. തെരുവിലലയുമി ഗതിയില്ല അടിമയ്ക്ക് പട്ടമഹർഷിയും പുത്രനും എന്തിന്? 100 പൊൻപണം വിലയിട്ടവരെ വീട്ടുവേലയ്ക്കായി വിറ്റു. കടം തീർക്കാനായി രാജന ചുടലയ്ക്ക് കാവൽ നിൽക്കാൻ വിറ്റു. രാവും പകലും പണിയെടുത്തടിമയായി ആക്കിയും മകനും കഴിച്ചുകൂട്ടി. ഒരു ദിനം വിറകൊടിക്കാൻ പോയ പുത്രനെ അതിഘോരമാസർപ്പമാഞ്ഞുപത്തി. അലമുറയിട്ടമ്മ അടുത്തു വരും മുമ്പേ പിടഞ്ഞവൻ വീണു, പ്രാണൻ വെടിഞ്ഞു. ചലനം നിലച്ച പൊന്മകനെ നോക്കി വിറങ്ങടി ചെമ്മ നിൽക്കാൻ നഗരപാലകർ അത് കണ്ടുവന്നു. ബാലന് വിഷം കൊടുത്ത് അറുംകൊല ചെയ്ത യക്ഷി ഇവരെ തലയെറുത്ത് ചുടുകാട്ടിലെറിഞ്ഞിടേണം. മറുത്തൊന്നും പറയാതെ മരിച്ചൊരാ ഉണ്ണിതൻ മൃതദേഹമെടുത്തമ്മ നടന്നു. പിന്നിൽ കൊലവിളിയോടെ നാട്ടുകാരും കൊല്ലാൻ കൂലിപ്പണം എണ്ണി വാങ്ങി. ചുടലക്കാവൽക്കാരൻ രാജനെത്തി. മരിച്ചു കിടക്കുന്നൻ പുത്രനല്ലേ, കൊല്ലേണ്ടതൻ പ്രിയ പത്നിയേയല്ലേ. ഈ കൂലിക്കാശിനെ കരം ഗ്രഹിച്ചോരന്റെ പത്നി തൻ കണ്ടം മറുക്കുവാനോ അതോ വാക്കു പറഞ്ഞത് വൈ എന്ന് ചൊല്ലണോ? പ്രപഞ്ചം നടുങ്ങി, ഒരവാടുയർന്നതാണോ? അത് പത്നി തൻ കഴുത്തിൽ പൂമാലയായി. അഷ്ടദിക്പാലകർ പൂവെറിഞ്ഞു, ത്രിമൂർത്തികൾ അനുഗ്രഹവർഷം ചൊരിഞ്ഞു. മരിച്ചൊരാ ഉണ്ണിയും ഉണർന്നു. സത്യം ജയിച്ചിടും, ധർമ്മം വിളങ്ങിയിടും, സത്യസന്ധരെ ലോകം പാടിപ്പുകഴ്ത്തിയിടും. നമ്മൾ കാത്തിരിക്കുന്നു ഹരിചന്ദ്ര സാമ്രാജ്യം, ഹരിചന്ദ്ര സാമ്രാജ്യം, ഹരിചന്ദ്ര സാമ്രാജ്യം. പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഓട്ടംതുള്ളലും അതുപോലെ തന്നെ നാടോടി നൃത്തം, ഈ 2 ഐറ്റത്തിലും ഇവിടെ റവന്യൂ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോയി 2ലും എ ഗ്രേഡ് കിട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അഭിഷേക്. അഭിഷേകിനെ നമുക്ക് പരിചയപ്പെടാം, അഭിഷേകിന്റെ വിശേഷങ്ങൾ കേൾക്കാം. അഭിഷേക്, 1 അല്ല 2 ഐറ്റത്തിലും മത്സരത്തിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് പോയി. അവിടെ പോയിട്ട് അതിൽ 2ലും എ ഗ്രേഡ് കിട്ടി. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല ടൈറ്റ് തന്നെയായിരുന്നു, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ കൂടെ അപ്പീലൊക്കെ ആയിട്ട് കുറേ പേരുണ്ടാവും. നമ്മൾ സാധാരണ വേദികളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലേറ്റായി പോകുന്ന ഒരു ഇതൊക്കെ കാണാറുണ്ട്. ആക്ച്വലി ബോയ്സ് ഭയങ്കര കുറവായിരിക്കും വിചാരിക്കും. ബോയ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറവായെന്ന് വിചാരിക്കും, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ആണല്ലേ. ഏത് നാടോടി നൃത്തത്തിന്റെ കാര്യത്തിൽ? ഓട്ടത്തുള്ളിലാണെങ്കിലും 2ലും ബോയ്സ് ഭയങ്കര ഇതായിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ലേറ്റ് ആയോ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ്? അത്രയ്ക്ക് ലേറ്റ് ആയില്ല, എൻ്റെ December 1 ആയിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടി വേഗം കഴിഞ്ഞ് പോകാൻ പറ്റി. പിന്നെ ബാക്കിയൊക്കെ കാണാനൊക്കെ ഇരുന്നോ?
മുഴുവൻ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റേറ്റ് ലെവൽ വരുമ്പോൾ ഓരോ ലെവൽ കഴിഞ്ഞ് പോകും തോറും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂടി വരുമല്ലേ? അപ്പോൾ സ്റ്റേറ്റ് ലെവലിലെ മത്സരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരുന്നോ? അതെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു നാടോടി നൃത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഗുരു ആരാ? ഗുരു അമ്മയാണ്. അതാണ്, അമ്മയാണ്. പക്ഷെ അമ്മ ഡാൻസ് പഠിച്ചിട്ടില്ല, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അമ്മ ഡാൻസ് പഠിച്ചിട്ടില്ലെങ്കിലും അമ്മ പഠിപ്പിച്ചു തന്ന ഡാൻസ് ആണ് നമ്മൾ കളിച്ചിട്ട് സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയത് അല്ലേ? KG അമ്മ പറഞ്ഞു തന്ന ഒരൈറ്റായിരുന്നു ഇത്. അന്ന് കുറെ ഗുരുക്കളെടുത്ത് പോയി ചോദിച്ചു, അവർക്കൊന്നും അന്ന് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയുടെ സ്വന്തം റിസ്ക് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ സെയിം സോങ് ആയിരുന്നു, സെയിം സോങ് തന്നെ. സ്റ്റെപ്സ് കുറച്ച് സിമ്പിൾ ആയിരുന്നു അന്ന്. ഇപ്രാവശ്യം കുറച്ചുകൂടി ടഫാക്കി അമ്മയും മോനും കൂടെ അതിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് മാറ്റിയെടുത്തു, ലെവൽ കൂട്ടി. KGന്ന് പ്ലസ് HSS വരെ ലെവലിൽ അങ്ങോട്ട് മാറ്റിയെടുത്തു. എന്നിട്ട് A ഗ്രേഡ് വാങ്ങി പോന്നു. അപ്പം അമ്മ എന്ത് പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ? അമ്മയ്ക്ക് നല്ല സന്തോഷമായി. കുറേ കാര്യമൊക്കെ ചെയ്തു. നമ്മുടെ ഏറ്റവും വലുതായിരുന്നു. അമ്മയ്ക്ക് ആ ടൈമിലൊന്നും ഡാൻസ് പഠിക്കാൻ വല്ലാണ്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് പറ്റാത്തത് ഞങ്ങളിലൂടെ സാധിപ്പിക്കണം. അപ്പം അതിൻ്റെ ഒരു സന്തോഷം അമ്മയ്ക്കും മോനും ഫാമിലിക്ക് മുഴുവൻ ഉണ്ടാവും അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ചെറുപ്പത്തിൽ ഞാൻ KG തൊട്ടിട്ട് തുടങ്ങിയത് തന്നെയാണ്. ഭരതനാട്യം ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി. അങ്ങനെ ടീച്ചർ ഇളവള്ളി ഷീബ ടീച്ചറായിരുന്നു. പിന്നെ ഓട്ടംതുള്ളൽ ഞാൻ 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഓട്ടംതുള്ളലാണെങ്കിൽ ഇതുപോലെ ഓട്ടംതുള്ളൽ പഠിക്കാൻ ഭയങ്കര പൈസയാണ്. പക്ഷെ എന്നാലും എൻ്റെ ഗുരു എന്താ പറയുക, ഏറ്റെടുത്ത ആൾ നന്നായി പറഞ്ഞു തന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രീ കോഴ്സിലാണ് ഞാൻ വന്ന് ചേർന്നത്. ഓട്ടംതുള്ളൽ എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ കോഴ്സിൽ പഠിച്ചു. അങ്ങനെ ഫസ്റ്റ് പിന്നെ സെൻറ്റ് ജോസഫ് മിസ്സുമാർ പറഞ്ഞു ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് പൊക്കോ. എനിക്ക് വരെ പേടിയായിരുന്നു. ഓട്ടം ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് കളിച്ചത്. ഞാനന്ന് 9th. അന്ന് തന്നെ സ്റ്റേറ്റ് കിട്ടുകയും ചെയ്തു. എൻ്റെ അരങ്ങേറ്റം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്താണ് അരങ്ങേറ്റം കഴിഞ്ഞത്. അപ്പോൾ ഓട്ടംതുള്ളലിൻ്റെ ടീച്ചർ കലാമണ്ണിലെ ഉണ്ണിമായാണ്. പിന്നെ പാട്ട് അഭ്യസിക്കുന്നുണ്ട് ആള് സുനിൽ സാർ. ആദിത്യ കല പാട്ടിന്റെ മത്സരങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടില്ലേ? സംഗാനം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെ ശരിക്കും ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം ഓട്ടംതുള്ളൽ വളരെ ലേറ്റ് ആയിട്ടാണ്, അതായത് കുറച്ച് 8ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങി. 9ാം ക്ലാസ്സിൽ തന്നെ അരങ്ങേറ്റം ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവലിൽ കോമ്പറ്റീഷന് പോയി പ്രൈസും വാങ്ങി വന്നു. പിന്നെ അതിനുശേഷമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? പിന്നെ 10th പോയി. അവിടെ സ്റ്റേറ്റ് അടുപ്പിച്ച് ഇപ്പോൾ 3 വർഷമായി. ഇനി അടുത്ത വർഷം കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ കലോത്സവം എന്നുള്ളത് സ്കൂൾ കലോത്സവം കഴിഞ്ഞു. പക്ഷെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും അല്ലേ? ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഈ ഡാൻസ് ഫീൽഡ് നമുക്ക് ഡാൻസ് എന്നല്ല കല പാട്ടും ഉണ്ടല്ലോ. അപ്പോൾ ഈ കലാപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇതിലാണല്ലേ? തീർച്ചയായിട്ടും അത് വേണം. കാരണം പ്രത്യേക ഒരു ടാലന്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കേൾക്കുന്ന സമയത്ത് ഒരുപാട് വർഷം പഠിച്ച് എന്നിട്ടും എപ്പോഴും പ്രൈസ് കിട്ടണം എന്നുള്ളത് അത് ഓരോരോ സമയത്തെ കാര്യങ്ങളാണ്. എങ്കിൽ പോലും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പോയിട്ടും പ്രൈസ് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോഴാണ് വളരെ കുറവ് ഒരു സമയം ഡ്യൂറേഷനിൽ മാത്രം പഠിച്ചിട്ടും അതുപോലെ വളരെ മിനിമലായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് അത്രയും സ്റ്റേറ്റ് ലെവൽ എത്താനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ടാലൻറ്റ്, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അമ്മ പഠിപ്പിച്ച് ഡാൻസുമായിട്ട് പോകാൻ പറ്റുന്നത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഹാപ്പിയാണ്. ഇനി ഈ കലോത്സവത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കലോത്സവ വേദിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ഓർമ്മ എന്താ? ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ടെൻഷനാണ്. ഈ ഒരു മത്സരത്തിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുള്ള ആ ടെൻഷനാണോ? മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നാ ചെസ്റ്റ് നമ്പർ വിളിക്കുന്നവരെ ശരിയാ അതെടുക്കൽ ഞാൻ മറക്കില്ല. ടെൻഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന സമയം ഒരു ടൈമൊക്കെ നല്ല വീണ്ടും ടെൻഷൻ, ആ ഒരു ടെൻഷൻ അടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്തുള്ള ഒരു സന്തോഷം അല്ലേ? അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പൊ ഈ 2 മത്സരവും 2 ദിവസങ്ങളിലായിട്ടായിരുന്നോ? വെവ്വേറെ ദിവസങ്ങളിലായിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു, സ്റ്റേ ആയിരുന്നു. അപ്പോൾ തിരുവനന്തപുരം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് എല്ലാ കലോത്സവ മത്സരങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് അവിടെ നമ്മൾ സ്റ്റേ ആയതുകൊണ്ടും ചെസ് നമ്പർ 1 ആയതുകൊണ്ടും ഫ്രീ ആയിട്ട് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ 2 ഐറ്റത്തിലും A ഗ്രേഡ് കിട്ടുമ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഉണ്ടാവണമല്ലോ, ഉണ്ടായല്ലേ പറ്റൂ. അതെ, അപ്പൊ നമ്മുടെ ആ പ്രാർത്ഥന കേട്ടു, A ഗ്രേഡ് കിട്ടി. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഈ ഒരു നൃത്തത്തിലും സംഗീതത്തിലും ഇനിയും അഭിഷേകിന്റെ പേര് ഒരുപാട് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റട്ടെ. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണല്ലോ. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ അഭിമാനിക്കാനായിട്ട് പറ്റട്ടെ. അഭിഷേകിന് എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Golden Crutch for every golden moments in your life.